നമുക്ക് നിഫ്റ്റി സൂചിക സ്ഥാപിതമായ 1995 മുതൽ ഇന്ന് വരെയുള്ള നിഫ്റ്റിയുടെ പ്രകടനവും ഈ കാലയളവിൽ ഓഹരി വിപണി നേരിട്ട പ്രധാന തകർച്ചകളും കൂടാതെ ബാങ്ക് സ്ഥിര നിക്ഷേപത്തിലും ഓഹരിയിലും 1995 നിക്ഷേപം നടത്തിയിരുന്നെങ്കിൽ ലഭിക്കുമായിരുന്ന റിട്ടേണുകൾ തമ്മിലുള്ള വ്യത്യാസവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ദയവായി സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യം നമുക്ക് ഓഹരി വിപണി പിന്നിട്ട പ്രധാന നാഴികക്കല്ലുകൾ നോക്കാം. 1995 നവംബർ 3-ന് 1000-ൽ തുടങ്ങിയ സൂചിക 2004 ഡിസംബർ 14-നാണ് 2000-ലെത്തുന്നത്. കോളിളക്കം സൃഷ്ടിച്ച ഹർഷത് മേത്ത കുംഭകോണം നടന്നിരുന്ന കാലഘട്ടമായിരുന്നു ഇത്. അതിനാൽ തന്നെ വിപണി കണ്ട ഏറ്റവും നീണ്ട ബെയർ മാർക്കറ്റ് കാലം കൂടിയായിരുന്നു ഇത്. 1000-ൽ നിന്നും സൂചിക 2000-ലെത്തിയത് 9 വർഷത്തിൽ കൂടുതൽ എടുത്തായിരുന്നു. 2000-ൽ നിന്ന് 3000 എത്തിയത് 1 വർഷവും 3000-ൽ നിന്ന് 4000-ലേക്ക് എത്തിയത് 10 മാസം കൊണ്ടും 4000-ൽ നിന്നും 5000-ലെത്തിയത് 9 മാസവും 23 ദിവസവും കൊണ്ടാണ്. 5000 കടന്ന നിഫ്റ്റി 6000 എത്തിയത് വെറും 2.5 മാസം കൊണ്ടാണ്. 2004 മുതൽ 2007 വരെ കണ്ടത് മികച്ച ഒരു ബുൾ മാർക്കറ്റ് ആയിരുന്നെങ്കിൽ 2007-ന് ശേഷം 7000-ലേക്ക് എത്താൻ നിഫ്റ്റി 6 വർഷവും 5 മാസവുമാണ് എടുത്തത്. എന്നാൽ 2014-ൽ നിഫ്റ്റി 7000-ൽ നിന്ന് 8000-ലെത്തി 3 മാസവും 20 ദിവസവും കൊണ്ടാണ് സൂചിക ഈ നേട്ടം കൈവരിച്ചത്. പിന്നീട് 2.5 വർഷം കൊണ്ട് 8000-ൽ നിന്നും 9000-ലേക്കും 4 മാസവും 12 ദിവസവും എടുത്ത് 9000-ൽ നിന്നും 10,000-ലും എത്തി. 10,000-ൽ നിന്നും 11,000 ആവാനെടുത്ത സമയം ഏകദേശം 6 മാസമാണ്. പിന്നീട് 1 വർഷവും 4.5 മാസം കൊണ്ട് 12,000-വും ഏകദേശം 1 വർഷം കൊണ്ട് സൂചിക 13,000-വും തൊട്ടു. 13,000-ൽ നിന്നും 14,000-ലേക്കുള്ള യാത്ര വെറും 1 മാസവും 8 ദിവസവും 15,000-ലേക്ക് 1 മാസവും 7 ദിവസവും 16,000-ലെത്താൻ 5 മാസവും 26 ദിവസവുമാണ് എടുത്തത്. 17,000-ലേക്ക് വെറും 28 ദിവസം കൊണ്ടും 18,000-ലേക്ക് 1 മാസവും 13 ദിവസം കൊണ്ടും നിഫ്റ്റി സൂചിക എത്തി. പിന്നീട് 1 വർഷവും 8.5 മാസം കൊണ്ട് സൂചിക 19,000-ലെത്തുകയും ഇതേ വർഷം തന്നെ 20,000 കടക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം അതായത് 2023 ഡിസംബർ 8-ന് 21,000-വും പിന്നിട്ട നിഫ്റ്റി സൂചിക ഈ വർഷം ഫെബ്രുവരി 2 അതായത് ഇന്നലെ എക്കാലത്തെയും ഉയർന്ന നിലയായ 22,126.8-ൽ എത്തിയിരിക്കുന്നു. ഏതൊരു രാജ്യത്തിന്റെയും സാമ്പത്തിക സ്ഥിതി അതിന്റെ പ്രധാന ഓഹരി സൂചികകളിലൂടെയാണ് കാണാൻ കഴിയുക. ഇന്ത്യയുടെ വൈവിധ്യവും ഊർജ്ജസ്വലവുമായ സമ്പദ് വ്യവസ്ഥയുടെ പ്രകടനവും സാധ്യതയും കാണിക്കുന്ന സൂചികകളിൽ ഒന്നാണ് നിഫ്റ്റി 50. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും വലുതും സ്ഥിരതയുള്ളതുമായ 50 ഇന്ത്യൻ കമ്പനികൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇനി 1992-ൽ NSE രൂപീകൃതമായതിനു ശേഷം വിപണി നേരിട്ട തകർച്ചകൾ കൂടി പരിശോധിക്കാം. 1992-ൽ ഹർഷത് മേത്തയുടെ നേതൃത്വത്തിലുണ്ടായ അഴിമതി ഓഹരി വിപണികളുടെ തകർച്ചയിലേക്കും സെൻസെക്സ് സൂചികയെ 1 വർഷത്തിനിടെ 50%-ലധികം ഇടിവിലേക്കും നയിച്ചു. ഇന്ത്യൻ ഓഹരി വിപണിയിലെ ബിഗ് ബുൾ എന്നാണ് ഹർഷത് മേത്ത അറിയപ്പെട്ടിരുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക കമ്പനിയുടെ ഓഹരികൾ വാങ്ങുകയും ഡിമാൻഡ് വർദ്ധിപ്പിച്ച് അതിന്റെ വില വർദ്ധിപ്പിക്കുകയും ലാഭം ബുക്ക് ചെയ്ത് വിൽക്കുകയും ചെയ്തു വരികയായിരുന്നു ഈ അഴിമതിയുടെ രീതി. തുടർന്നും ഓഹരികൾ വാങ്ങുന്നതിനായി 1000 കോടിയിലധികം രൂപ ഇദ്ദേഹം ബാങ്കുകളിൽ നിന്ന് തട്ടിയെടുത്തു. കുംഭകോണം പുറത്തു വന്നതോടെ വിപണിയിൽ ഏറ്റവും വലിയ തകർച്ചയുണ്ടായി. സെൻസെക്സ് 2000 പോയിന്റ് ഇടിഞ്ഞ് 2,500 ലെവലിലെത്തി. ഇത് ഏകദേശം 2 വർഷത്തോളം നീണ്ടുനിന്ന ഒരു ബെയർ മാർക്കറ്റിലും കലാശിച്ചു. 2004 മെയ് മാസത്തിൽ സെൻസെക്സ് 565 പോയിന്റിന്റെ റെക്കോർഡ് ഏകദിന തകർച്ച രേഖപ്പെടുത്തി. നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിന്റെ അഥവാ NDA എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അപ്രതീക്ഷിത പരാജയവും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർന്നു വരുന്ന മേഖലകളിലെ തകർച്ചയുമാണ് ഇതിന് പ്രാഥമികമായി കാരണമായത്. അടുത്ത തകർച്ച നേരിട്ടത് 2008-ലായിരുന്നു. 2008-ലെ സാമ്പത്തിക പ്രതിസന്ധി ബിസിനസ്സുകളെയും സമ്പദ് വ്യവസ്ഥകളെയും ഓഹരി വിപണികളെയും പ്രതികൂലമായി ബാധിച്ചു. 2008 ജനുവരി 21-ന് സെൻസെക്സ് ഏകദേശം 1,408 പോയിന്റ് ഇടിഞ്ഞു നിക്ഷേപകരുടെ സമ്പത്ത് ഇല്ലാതാക്കി. ഈ ദിവസം കറുത്ത തിങ്കൾ എന്നറിയപ്പെടുന്നു. ചില വിശകലന വിദഗ്ധരുടെ അഭിപ്രായത്തിൽ നിരവധി കാരണങ്ങളാണ് വീഴ്ചയ്ക്ക് കാരണമായി പറയപ്പെടുന്നത്. ആഗോള നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തിൽ വന്ന മാറ്റവും US സമ്പദ് വ്യവസ്ഥ മാന്ദ്യത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയും US-ലെ പലിശ നിരക്കിൽ വന്ന ഇടിവും കമ്മോഡിറ്റി വിപണിയിലെ അസ്ഥിരതയും
വിദേശ സ്ഥാപന നിക്ഷേപകരും ഹെഡ്ജ് ഫണ്ടുകളും ഇന്ത്യൻ വിപണികളിൽ നിന്നുള്ള ഓഹരികൾ വിൽക്കുകയും സുസ്ഥിരമായ വികസിത വിപണികളിൽ നിക്ഷേപിക്കുകയും ചെയ്തതും തകർച്ചയിലേക്കുള്ള മറ്റു കാരണങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഈ തകർച്ചയിൽ 2008 അവസാനത്തോടെ സെൻസെക്സ് 20,465 പോയിന്റിൽ നിന്ന് 9,716 പോയിന്റിലേക്ക് താഴ്ന്നു. ഒടുവിൽ 2010 സെപ്റ്റംബറിൽ സെൻസെക്സ് വീണ്ടും 20,000 കടന്നു മുന്നേറിയിരുന്നു. 2008 വലിയ തകർച്ചയിൽ നിന്ന് വിപണികൾ കരകയറിയതിനു ശേഷം 2015 ഓഗസ്റ്റ് 24 സെൻസെക്സ് 1,624 പോയിന്റ് ഇടിഞ്ഞു. ചൈനീസ് സമ്പദ് വ്യവസ്ഥയിലെ മാന്ദ്യത്തെക്കുറിച്ചുള്ള ഭയമാണ് ഇതിന് കാരണം. തകർച്ചയ്ക്ക് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ചൈനീസ് കറൻസിയായ യുവാന്റെ മൂല്യ തകർച്ചയാണ് മറ്റ് കറൻസികളുടെ നിരക്കിലും ഓഹരികളുടെ ഉയർന്ന വിൽപ്പനയിലും കലാശിച്ചത്. ഇതുകൂടാതെ ഇന്ത്യയിലെ മോശം മൺസൂൺ സീസണും സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിലെ നിരാശാജനകമായ വരുമാനവുമാണ് ഇന്ത്യൻ വിപണികളുടെ നില കൂടുതൽ വഷളാക്കിയത്. 2015-16 ലോകമെമ്പാടുമുള്ള സ്റ്റോക്ക് മാർക്കറ്റുകൾക്ക് കടുപ്പമേറിയ കാലഘട്ടമായിരുന്നു. ഇന്ത്യയിൽ സെൻസെക്സ് ഇടിവ് തുടർന്നു. 2016 ഫെബ്രുവരി ആയപ്പോഴേക്കും 11 മാസത്തിനുള്ളിൽ വിപണി ഏകദേശം 26% ഇടിഞ്ഞു. ഇതിന്റെ കാരണം പ്രാഥമികമായി ഇന്ത്യൻ ബാങ്കുകൾക്ക് ധാരാളം NPAകൾ അഥവാ കിട്ടാക്കടങ്ങൾ പെരുകിയതായുള്ള വാർത്തകളും ആഗോള വിപണികളിലെ ബലഹീനതയുമാണ്. 2016 നവംബറോടെ നോട്ട് അസാധുവാക്കൽ നടപടിയിലൂടെ സർക്കാർ കള്ളപ്പണത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചതിനു ശേഷം സെൻസെക്സിൽ 6% ഇടിവുണ്ടായി. മറ്റ് ഏഷ്യൻ വിപണികളിലെയും ഇടിവിനൊപ്പം തന്നെയായിരുന്നു ഇത് എന്നത് ഇന്ത്യൻ വിപണിയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. ഏറ്റവും ഒടുവിലായി അടുത്തിടെ പൊട്ടിപ്പുറപ്പെട്ട COVID-19 എന്ന ലോകമെമ്പാടും പടർന്നു പിടിച്ച പകർച്ചവ്യാധിയുടെയും ലോക്ക്ഡൌണുകളുടെയും ഫലമായി ആഗോള ഇന്ത്യൻ വിപണികളിൽ വലിയ തകർച്ച നേരിട്ടു. ലോകാരോഗ്യ സംഘടന വൈറസിനെ മഹാമാരിയായി പ്രഖ്യാപിച്ച ദിവസം മുതൽ ഒരാഴ്ചയ്ക്കുള്ളിൽ സെൻസെക്സ് 42,273 പോയിന്റിൽ നിന്ന് 28,288 പോയിന്റിലേക്ക് താഴ്ന്നു. ഇതിന്റെ കൂടെ യെസ് ബാങ്കിലുണ്ടായ പ്രതിസന്ധികൾ കൂടിയായപ്പോൾ ശക്തമായ BFSI അഥവാ ഫിനാൻസ് മേഖലയ്ക്കും നിർണായക പോയിന്റുകൾ നഷ്ടമായി. എന്നാൽ നിക്ഷേപകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഓഹരി വിപണിയുടെ ശരവേഗത്തിലുള്ള തിരിച്ചുവരവാണ് പിന്നീട് കണ്ടത്. ഇനി നിഫ്റ്റി സൂചിക നിലവിൽ വന്ന അന്ന് ഇതിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ആസ്തി എത്രയാണെന്ന് നോക്കാം. നിഫ്റ്റി 50 ഓഹരികളുടെ വില 1995-ൽ 908.53 രൂപയായിരുന്നു. 1995-ൽ നിഫ്റ്റി 50 ഷെയറുകളിൽ 10,000 രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ 29 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ നിക്ഷേപം 2024ഓടെ 2.37 ലക്ഷമായി വളരും. ഇതിന്റെ വാർഷിക വളർച്ചാ നിരക്ക് അഥവാ CAGR 11.5%. അതായത് വെറും നിഫ്റ്റി സൂചികയിൽ നിക്ഷേപിച്ച ആൾക്ക് 2,268.8% റിട്ടേൺ ആണ് 1995 മുതൽ 2024 വരെയുള്ള കാലയളവിൽ ലഭിക്കുന്നത്. ഇത് നിഫ്റ്റിയിൽ മാത്രം അടങ്ങിയിരിക്കുന്ന ഓഹരികളുടെ കണക്കാണ്. അന്ന് സൂചികകളിൽ ഉൾപ്പെടുത്താത്ത ചെറുകിട കമ്പനികളായിരുന്ന പല ഓഹരികളിലും നിക്ഷേപിച്ചവർക്ക് ഇതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് സമ്പാദ്യമായി നേടാനായത്. ഇനി നമുക്ക് 1995 മുതൽ ബാങ്കിൽ FD ആയി 10,000 രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. 1995-ൽ ബാങ്കിൽ സാധാരണ സ്ഥിര നിക്ഷേപമായി 10,000 രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ തുക 27,400 രൂപയായി കാണും. കോമ്പൗണ്ടിംഗ് ആയാണ് ഈ തുക സ്ഥിര നിക്ഷേപമായി ഇടുന്നതെങ്കിൽ ഇന്നത്തെ വാല്യൂ അനുസരിച്ച് 54,184 രൂപയായി കാണും. നിഫ്റ്റിയിൽ 1995 മുതൽ 10,000 രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്ന് 2,35,965 രൂപയായി കാണും. അന്ന് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്ന പല ഓഹരികളും ഇന്ന് സൂചികയിലില്ല എന്നതുകൂടി കണക്കിലെടുക്കുമ്പോൾ ഓഹരി നിക്ഷേപത്തിന്റെ നേട്ടത്തിന് തിളക്കം കൂടുന്നു. അന്ന് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്ന 50 കമ്പനികളിൽ 11 മാത്രമേ ഇപ്പോഴും സൂചികകളിൽ തുടരുന്നുള്ളൂ. ഇതുതന്നെയാണ് ഓഹരി നിക്ഷേപത്തിന്റെ ദോഷവും. അതുകൊണ്ടാണ് നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയും 1-2 കമ്പനികളിൽ മാത്രം നിക്ഷേപിക്കാതെ കൂടുതൽ ഓഹരികളിൽ നിക്ഷേപിക്കാൻ ശ്രദ്ധിക്കേണ്ടതിന്റെ പ്രാധാന്യവും. അടുത്ത എപ്പിസോഡിൽ വിപണിയിലെ തകർച്ചകളിൽ നിന്നും എങ്ങനെ മികച്ച സമ്പാദ്യം കെട്ടിപ്പടുക്കാം, വിപണി തകരുമ്പോൾ ഓഹരികളിൽ എങ്ങനെ മികച്ച രീതിയിൽ നിക്ഷേപിക്കാം, വിപണികളുടെ ഇടിവിൽ നിന്നും മികച്ച ലാഭം ഉണ്ടാക്കുന്നതെങ്ങനെ തുടങ്ങിയ ഓഹരി നിക്ഷേപത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.